Welcome to all. I am Satish Kumar. അപ്പോൾ വയറിംഗ് ടെക്നിക്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്. നമുക്ക് കഴിഞ്ഞ ഒരു 2 വീഡിയോകളിലായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു. ഓരോ ഇമേജസും സർക്യൂട്ടും ഒക്കെ കാണിച്ച് ചോദിച്ചിരുന്നു. എൻ്റെ സർക്യൂട്ട് ഡയഗ്രം അറിയാമെന്നൊക്കെ ചോദിച്ചിരുന്നു. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു പാനൽ ബോർഡ് കണ്ടാൽ അത് ഏത് ടൈപ്പ് മോട്ടറാണെന്ന് പറയാൻ കഴിയുമോ? ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പാനൽ ബോർഡ്. ഇതിനകത്ത് കാണുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇതിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത 2 വീഡിയോകളുടെ ഉത്തരങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ട് വീഡിയോകൾക്ക് മുമ്പായിട്ട് നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്വിച്ചിന്റെ, ഒരു നൈഫ് സ്വിച്ചിന്റെ പടം കാണിച്ചിട്ട് അത് ഏത് ടൈപ്പ് ആണെന്ന് പറഞ്ഞൊരു ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അവസാനമായിട്ട് കിടന്ന TPST ആണ്, ട്രിപ്പിൾ പോൾ സിംഗിൾ ത്രോ ആണ്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് 3 ഫേസ് വന്ന് കയറിയിട്ട് അതിൽ നിന്ന് ഒറ്റ ഇതിലേക്ക് മാത്രമേ ഔട്ട് പോകുന്നുള്ളൂ. ഒരൊറ്റ സൈഡിലേക്ക് മാത്രം. 3 ഫേസും തിരിച്ചു പോകുന്നുണ്ട്, പക്ഷെ ഒറ്റ ഇതിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. TPST. ഇത് നമുക്ക് TPDT ഉണ്ട്, പിന്നെ DPST ഉണ്ട്, DPDT ഉണ്ട്, SPST ഉണ്ട്, SPDT ഉണ്ട്, അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട് നൈഫ് സ്വിച്ചുകളിലാണ്. അപ്പൊ ഇത് ട്രിപ്പിൾ പോൾ ആണ്, സിംഗിൾ ത്രോ ആണ്. ഒറ്റ സൈഡിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ, 2 സൈഡിലേക്കും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ വീഡിയോയിലെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകാം. അതായത് ഒരു സർക്യൂട്ട് ഡയഗ്രം ഞാനിങ്ങനെ കാണിച്ചിരുന്ന ഒരു ഹോബി സർക്യൂട്ട്, സാധാരണ വയറിങ്ങിനെ ഉപയോഗിക്കുന്നതല്ല, ഒരു ഹോബി സർക്യൂട്ടാണ്. ഒരു സ്റ്റെയർ കേസ് ആണ് ഞാൻ ക്ലൂ തന്നിരുന്നു. അപ്പൊ അതിന്റെ സർക്യൂട്ട് ഡയഗ്രം ആരും അങ്ങനെ വരച്ച് കണ്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആ സർക്യൂട്ട് ഡയഗ്രം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നോ. നമ്മൾ ആ വയറിംഗ് ഡയഗ്രം ആദ്യമേ തന്നെ തുടങ്ങുകയാണ്. അപ്പൊ ഞാനിവിടെ 4 2-way സ്വിച്ചുകൾ വെച്ചിട്ടുണ്ട്. ആ 4 2-way സ്വിച്ചുകളിലായിട്ട് സർക്കിൾ ഡയഗ്രം, സൈക്കിൾ ഷേപ്പിൽ തന്നെ വെച്ചിട്ട് ഒരു സെന്ററിൽ ലൈറ്റ് വെച്ചിരിക്കുകയാണ്. ഫേസ് ഞാൻ ആദ്യത്തെ 2 സ്വിച്ചുകളുടെ കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ അടുത്ത പിന്നെ 2 സ്വിച്ചുകളുടെ സെന്ററുകൾ തമ്മിൽ ഷോർട്ടും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ ശരിക്കും നിങ്ങൾ നോക്കിയാൽ കാണാം, 2, അതായത് ഫേസ് കൊടുത്ത ഒരു സ്വിച്ചും അതുപോലെ സെന്ററുകൾ ഷോർട്ട് ചെയ്ത ഒരു സ്വിച്ചും തമ്മിലുള്ള ഈ അപ്പ് ടെർമിനൽ തമ്മിലും ഡൗൺ ടെർമിനൽ തമ്മിലും ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ വയലറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ബാലൻസ് ഉള്ള 2 സ്വിച്ചുകളുടെ അപ്പും ഡൗണും. ഇപ്പൊ ഇവിടെ എനിക്ക് വരയ്ക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അപ്പും ഡൗണും തമ്മിൽ വരച്ചത്. ഇല്ലെങ്കിൽ അത് ക്രോസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഒരേ കളർ ആയതുകൊണ്ട്. ഇപ്പം തിരിച്ചായാലും മറിച്ചാലും പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ സെന്റർ ടെർമിനലുകൾ തമ്മിൽ ഷോർട്ട് ചെയ്ത പോയിന്റിൽ നിന്നും ലാമ്പിന്റെ ഫേസ് ആയിട്ടും അതുപോലെ ലാമ്പിന് ഒരു സെപ്പറേറ്റ് ന്യൂട്രലും കൊടുത്തിട്ടുണ്ട്. ഈ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് ഞാൻ ആരോ ഒരാളെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് സർക്കിളായിട്ട് മാത്രമല്ലേ വർക്ക് ചെയ്യുള്ളൂ, ഇടയ്ക്കും മുറയ്ക്കും വർക്ക് ചെയ്യില്ലല്ലോ എന്ന് ചോദിച്ചു. ഉത്തരം കറക്റ്റ് ആണ്. ആ ഇടയ്ക്കും മുറയ്ക്കും വർക്ക് ചെയ്യില്ല. വളരെ നല്ലൊരു ഉത്തരമായിരുന്നു. അത് സർക്കിളായിട്ട് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇടയ്ക്ക് ഏതെങ്കിലും ഒരെണ്ണം ഓഫായിരിക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്തതല്ലാതെ, തൊട്ട് മുമ്പോ പുറകോ ഉള്ളതല്ലാതെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, ഇതൊരു സർക്കിളായിട്ട് മാത്രം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. റിവേഴ്സ് ആയാലും ഫോർവേഡ്, ക്ലോക്ക് വൈസിലായാലും ആന്റി ക്ലോക്ക് വൈസിലായാലും അത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഹോബി സർക്യൂട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തരിക. ആളിന്റെ പേരോടുകൂടി തന്നെ ഞങ്ങളത് വീഡിയോയിൽ പ്രിഫർ ചെയ്യുന്നതാണ്. ഇനിയും ഇതുപോലുള്ള ഹോബി സർക്യൂട്ട്സുകൾ കുറേ ഉണ്ട്. ഞങ്ങൾ അടുത്ത വീഡിയോകളിൽ അതെല്ലാം ചെയ്യാം. അപ്പോൾ നേരെ ആദ്യം നമ്മൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അടുത്ത വീഡിയോയിൽ കാണും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത് വരെ താങ്ക് യു.